നമസ്കാരം. ദില്ലി മദ്യനയവുമായി ബന്ധപ്പെട്ട കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അയച്ച 7ാമത് സമൻസും മടക്കി അയച്ചിരിക്കുകയാണ് ആം ആദ്മി പാർട്ടിയുടെ അധ്യക്ഷനും ദില്ലി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ. കേസ് കോടതിയിലാണ് എന്ന കാര്യം കെജ്രിവാൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. മാർച്ച് 16-നാണ് കോടതി ഈ കേസ് പരിഗണിക്കാനിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ അസ്ഥിരത അല്ലെങ്കിൽ എത്രത്തോളം ഒരു ആശങ്ക ആം ആദ്മി പാർട്ടിക്കുണ്ട് എന്നത് വെളിപ്പെടുത്തുന്നത് തന്നെയാണ്. എന്നും സമൻസ് അയക്കുന്നതിന് പകരം ED കോടതിയുടെ തീരുമാനം വരെ കാത്തിരിക്കേണ്ടതുണ്ട്. INDAA എന്ന മുന്നണി ഒരിക്കലും ആം ആദ്മി പാർട്ടി വിടുകയില്ല. കേന്ദ്രം ഇത്തരത്തിലുള്ള സമ്മർദ്ദം ചെലുത്താൻ പാടില്ല എന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറയുന്നത്. എന്തായാലും ഫെബ്രുവരി 26-ന് മുൻപ് ഹാജരാവാൻ ആവശ്യപ്പെട്ട് കെജ്രിവാളിന് കഴിഞ്ഞ ആഴ്ചയിലാണ് ED 7ാമതും സമൻസ് അയച്ചിട്ടുണ്ടായിരുന്നത്. ഇതേ തുടർന്ന് ആം ആദ്മി പാർട്ടി വലിയ പ്രതിരോധത്തിലുമാണ്. കാരണം ഇതിനോടകം തന്നെ ഈ മദ്യനയ കേസിൽ, അഴിമതി കേസിൽ അവരുടെ നേതാക്കൾ എല്ലാവരും നിരീക്ഷണത്തിലാണ്. മനീഷ് സിസോദിയ അടക്കമുള്ള ആളുകൾ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു. അടുത്തതായി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഉണ്ടാകുമെന്ന തരത്തിൽ വലിയ അഭ്യൂഹങ്ങളും പടർന്നിരുന്നു. എന്തായാലും ദില്ലി മദ്യനയ കേസ് ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടാക്കി വെക്കുന്ന തലവേദന ചെറുതല്ല. INDA എന്ന സഖ്യത്തിനൊപ്പം നിന്നാലും ഇല്ലെങ്കിലും ആം ആദ്മി എന്ന പാർട്ടിയും അതിന്റെ അധ്യക്ഷനും ഈ വലിയ അഴിമതി കേസിന്റെ വിശദാംശങ്ങൾ അല്ലെങ്കിൽ അതിന്റെ പിന്നാമ്പുറത്തുണ്ടായിരുന്ന കളികളെല്ലാം തന്നെ രാജ്യത്തോട് വ്യക്തമാക്കേണ്ടി വരും. ആ ഒരു സമ്മർദ്ദം തടയിടുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കം തടയുന്നതിന് വേണ്ടിയാണ് നിരന്തരം കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഈ അരവിന്ദ് കെജ്രിവാൾ രംഗത്തെത്തിക്കൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് അദ്ദേഹം ഇന്നും ആവർത്തിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.